ഹായ്, ലില്ലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പാചകമല്ല ചെയ്യാൻ പോകുന്നത്, ഇന്ന് വെറൈറ്റി ഒരു സംഭവമാണ്. നമുക്ക് തുടങ്ങാം. നമ്മള് തേങ്ങ ചിരകി എടുത്ത ചിരട്ടയാണിത്. ഇത് ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ അടുപ്പിൽ വെച്ച വിറകിന് ഇതായിട്ട് കത്തിക്കാം. ഇത് കത്തിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിരട്ടയിൽ ചെടി നടാം. അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം. ഇത് നമ്മൾ ഓരോ ചിരട്ടകളും ഇങ്ങനെ എടുത്തിട്ട് ചിരട്ടകൾ, നൂല്, പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഫാൻ കേടായിട്ടിരുന്നിട്ട് അതിൻ്റെ മുകളിലെ സംഭവം ഞാൻ എടുത്തിട്ട് ഒരു റൗണ്ടാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഇത് ചെറുത്, ഇത് ഇറക്കം കുറച്ച് ഓരോന്നും അളവനുസരിച്ച് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വള്ളിക്ക് നീളം കൂട്ടിയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഓരോന്നും ഇപ്പം ഇടവിട്ട് ഇത്ര ഗ്യാപ്പ് വീതം വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ചിരട്ടകളൊക്കെ ഇതിലേക്ക് കെട്ടി തൂക്കിയിരിക്കുന്നത്. ഇത് ഫാനിൻ്റെ ഇപ്പം റൗണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഫാനിൻ്റെ ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന ഈ ഫാനിൻ്റെ ഒരു തട്ടാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്തേ എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഈ കണ്ണുള്ള ഭാഗം വലിയ ചിരട്ടയായിട്ട് പൊട്ടിക്കണം. ഞാൻ അങ്ങനെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട, ഈ ചിരട്ട അങ്ങനെ പൊട്ടിച്ചേക്കേണ്ടതാണ്, ഈ ചിരട്ടയൊക്കെ അങ്ങനെ പൊട്ടിച്ചെടുത്തേക്കേണ്ടതാണ്. കണ്ണ് ഭാഗം വലുതായിട്ട് എടുക്കുക. കണ്ടോ, ഒരു ഭാഗം ചെറുതായിട്ട്, അപ്പം നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. വലിയ ഒരു ചിരട്ടയായിട്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ മുമ്പ് തന്നെ നമ്മൾ ഈ ചിരട്ട എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കത്തി എടുത്ത് ഇത് നന്നായിട്ട് ചിരക. കത്തി എടുത്തിട്ട് ചിരകിയാൽ മതി. സൂക്ഷിച്ച് ഇതെല്ലാം ചിരകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊടിയും എല്ലാ സംഭവങ്ങളും പോയി കിട്ടും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ പെയിൻറ്റ്, ഏത് പെയിൻറ്റ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ചുമരിന് അടിക്കാൻ കൊണ്ടുവന്ന പെയിൻറ്റ് ബാക്കി ഉണ്ടെങ്കിലും ബാക്കി ഇരിക്കുന്ന പെയിൻറ്റുകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ചിരട്ടയ്ക്ക് മൊത്തം പെയിൻറ്റ് കൊടുക്കുക. പെയിൻറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് കളർ അനുസരിച്ച് ഏത് പെയിൻറ്റാണ് കൊടുക്കണ്ടേന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഞാനിതെല്ലാം. അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം കണ്ടോ, നമുക്കിതിന് ഏത് ഷേപ്പിൽ ഏത് ചിത്രങ്ങളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും. കണ്ടോ, ഇതെല്ലാം ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. വൈറ്റ് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഞാനിങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ മോളും കൂടി സഹായിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അവളും കൂടി എനിക്ക് ഒരുപാട് ഈ ചിരട്ടയുടെ പുറത്തെ ഈ പൊടിയെല്ലാം ചിരണ്ടി നല്ല വൃത്തിയായിട്ട് തന്നു. അവളും കൂടിയാണ് ഇതെല്ലാം കൂടി മോള് ചെയ്തേക്കുന്നതാണ്, സഹായിച്ചു തന്നു. അങ്ങനെ ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുറേ ചെടികളുടെ പല ടൈപ്പ്, പല കളറാണിത്. ഓറഞ്ച്, മജന്ത കളറ്, വൈറ്റ്, മഞ്ഞ, ഇതെല്ലാം ഉണ്ട്. ഈ കളറുകൾ നമുക്ക് മണ്ണ് ചിരട്ടയിൽ നിറച്ചതിന് ശേഷം ഈ ചെടികൾ 2 or 3 കളറ് വീതം ഒരു ചിരട്ടയിൽ നമ്മൾ നടണം. എന്നാലേ ഇങ്ങനെ വളർന്ന് തൂങ്ങി വരുമ്പോൾ നല്ല ഭംഗി കിട്ടുകയുള്ളൂ. ഈ ഫാനിൻ്റെ റൗണ്ടിലേക്ക് ഞാൻ ഏകദേശം ഇതൊരു 10 ചിരട്ടകളാണ് ഞാനിങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. ഈ 10 ചിരട്ടയുടെ ഏറ്റവും ആദ്യം ഇത്ര നീളത്തിൽ, ഈ ചിരട്ട ഇത്ര നീളം, അതിലും ഒരു 2 ഇഞ്ചെങ്കിലും ഇറക്കത്തിൽ അടുത്ത ചിരട്ട കെട്ടി. അപ്പോൾ ഈ ചിരട്ട കെട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സൈഡിൽ 3 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹോൾ ഉണ്ടാക്കിയത് ഇവിടെ ഡ്രില്ല് ചെയ്യാൻ വന്ന മെഷീൻ കൊണ്ട് ഞങ്ങൾക്കിത് ചെയ്ത് തന്നതാണ്. ഇപ്പോൾ ഹോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്യാം. ഇത് ഹോളില്ലാണ്ട് ചെയ്തേക്കണ ചിരട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ നൂലിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കല്ലിൻ്റെ കഷ്ണം വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടാണ് ഈ 3 നൂലുകളായിട്ട് ഇതിൽ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഹോൾ ഉണ്ടാക്കിയ കാരണം ഞങ്ങൾക്ക് എളുപ്പമായി അതിൽ കൂടെ നൂല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടവിട്ട് ഇറക്കം കൂട്ടി ഒരു 2 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
അങ്ങനെ ഞാൻ 10 എണ്ണം ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടി നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മണ്ണിട്ട് ചെടി നടാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. എല്ലാ ചിരട്ടകളിലും മണ്ണ് ഫില്ല് ചെയ്യാണ് ചെടി നടാനായിട്ട്. കണ്ട, ഇതുപോലെ ഉള്ള തൂങ്ങി വളരുന്ന ചെടികളായിരിക്കണം നമുക്ക് ഇതിൽ നടേണ്ടത്. എന്നാലേ ഇത് നിറച്ച് ചിരട്ട നിറച്ചിങ്ങനെ പല കളറായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് 2 കളറ്, ഒരു മജന്തയും ഒരു വൈറ്റും കൂടിയിട്ട് നമ്മൾ നടാണെങ്കിൽ അത് മൂന്നാമത് ഒരെണ്ണം ഒരു പിങ്കായിട്ട് ആ ചെടി വരും. വൈറ്റ് ചെടിയും നല്ല കട്ട മജന്ത ചെടിയും കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ നട്ടിട്ട് ഉണ്ടായി കിട്ടിയ പൂവാണിത്. പിങ്ക് കളർ നല്ല പൂവല്ലേ. നട്ട ചെടിയിലുണ്ടായ പൂവിലേക്കായി നല്ല പൂവായിട്ട് വേറെ വന്നു. അപ്പം നമുക്ക് ഈ ചെടി നടാം ഓരോന്നായിട്ട്. പല കളറ് നട്ടാലേ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു 3 കളറെങ്കിലും നമ്മൾ നടണം, എന്നാലേ ഇത് നല്ല ഭംഗിയായിട്ട് തൂങ്ങിക്കിടക്കുകയുള്ളൂ എന്ന്. നിറച്ച് ചെടിയുടെ 3 കളറ് ചെടികൾ നട്ടിട്ടുണ്ട്. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അപ്പോൾ കണ്ണുള്ള ചിരട്ട ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ അത് ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണുള്ള ചിരട്ട ഉപയോഗിക്കുന്നത്. കണ്ടോ? അതുപോലെ തന്നെ ഞാൻ കുപ്പികളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പി അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഓട്ടകൾ ഇങ്ങനെ കുത്താം. കമ്പി പഴുപ്പിച്ച് ഓരോ തുളയ്ക്കണം. ഒരേ ഹോൾ ഇങ്ങനെ ഉണ്ടാക്കുക കമ്പിയും കൊണ്ട്. അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചിരിക്കുകയാണ്. പഴുപ്പിച്ചിട്ട് ഇങ്ങനെ നമുക്ക് എത്രയോ ഹോള് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഹോള് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മൊത്തം ഹോള് തുളച്ചേക്കുന്നതാണ്. ഈ കമ്പി അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഈ കമ്പിക്ക് വേറെ ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ചാലും ഹോള് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കുക. മണ്ണ് നിറച്ചതിന് ശേഷമാണ് ചെടിയുടെ ഓരോ തണ്ട് നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറേശ്ശെ മണ്ണ് ഇതിലേക്ക് നിറയ്ക്കണം. ഒരു കുപ്പി നിറച്ച് മണ്ണെടുക്കുക. നമ്മൾ ഈ കുപ്പികളിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വലിച്ചെറിയണ കുപ്പികളാണിത്. ഇത് വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ ഇത് പാഴ്വസ്തുവാണ്. അപ്പോൾ അങ്ങനെ വേസ്റ്റായിട്ട് പോകുന്ന ഈ കുപ്പികളിൽ നമുക്കിങ്ങനെ മണ്ണ് നിറച്ച് നല്ല ഉപയോഗപ്രദമായ നല്ല ചെടികൾ നടാം. നല്ല ഭംഗിയായിരിക്കും. പൈസ ചിലവില്ലാതെ നമുക്ക് നല്ല നല്ല പൂക്കളുണ്ടായി കിടക്കണ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പൈസ ചിലവില്ലാത്ത ഫ്ലവർ വേസ്. കുപ്പിയിൽ ഞാൻ മണ്ണ് നിറച്ചു. ഇനി ഓരോ ചെടികൾ അതിലേക്ക് കുത്തി ഇറക്കാം. കണ്ടോ? ഇങ്ങനെ ഈ കുപ്പിയിലേക്ക് കൊള്ളാവുന്ന രീതിയിൽ പല കളറുകൾ നമ്മൾ ഇതിലേക്ക് ചെയ്യണം. പല കളറുകൾ ചെയ്യുമ്പോഴാണ് പല പൂക്കൾ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ എല്ലാ ഹോളിലും കൂടി ഞാൻ ചെടിയുടെ ഓരോ തണ്ട് പല പല കളറുകളായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പോഴല്ല അതിൻ്റെ ഭംഗി. ഇതിപ്പോൾ അതേ ചെറിയ കുപ്പി, ഇത് വലിയ കുപ്പി. നമ്മൾ ഈ വേസ്റ്റായിട്ട് കളയുന്ന ഏത് കുപ്പികൾ, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിരട്ടകളിലും
ഈ ചിരട്ടകളൊന്നും കാണാൻ പറ്റില്ല. ഇത് വളർന്ന് വലുതായി ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ ആ ഷേപ്പ് വരുള്ളൂ. ഇവിടുന്ന് അറ്റം വരെയുള്ള ആ ഷേപ്പ് ഭംഗിയായിട്ട് വരണമെങ്കിൽ ഇത് വളർന്ന് കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോഴതിൻ്റെ ഭംഗി വരുള്ളൂ. ഈ കുപ്പി ആയാലും നമുക്ക് ഈ കുപ്പി നിറയെ ഇങ്ങനെ പൂത്തുലഞ്ഞിങ്ങനെ വളർന്ന് വരുമ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കില്ല, കുപ്പി കാണാൻ സാധിക്കില്ല. നിറച്ച് പൂവ് ഇങ്ങനെ ഉണ്ടായി കിടക്കണതാണ്. പല കളറുമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് കിടക്കും. ഇതിപ്പോൾ ഈ റൗണ്ട് തന്നെ കിട്ടണം. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ പഴയ ഫാനിൻ്റെ ഇതുണ്ടെങ്കിലും അല്ലെങ്കിൽ റൗണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സ്ട്രൈറ്റ് ആയിട്ട് ഒരു കോല്, നല്ല ബലമുള്ള ഒരു കോല് വെച്ച് കെട്ടി കൊടുത്തിട്ടായാലും നമ്മൾ ചിരട്ടയോ കുപ്പി ഇതിങ്ങനെ വള്ളി കെട്ടുക, എന്നിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി. നല്ല ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടുല്ലോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണിത്. അപ്പം നമുക്ക് പൈസ ചെലവില്ലാണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഗാർഡൻ തന്നെ